നിങ്ങൾക്ക് മിലിറ്ററി കോട്ടായിൽ മദ്യം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക, അത് വിൽക്കരുത്, അത് കൊടുത്ത കുടുംബങ്ങൾ നശിക്കരുത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, വേദനയൊന്നും തോന്നരുത്. അതായത് മദ്യം, നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും മദ്യം കൊടുത്ത് സൽക്കരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം. അതായത് മദ്യപിച്ചിട്ട് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു അപ്പനും അമ്മയും കുഞ്ഞും മാത്രമുള്ള വീട്ടില് എന്നോട് കഴിഞ്ഞ ദിവസം ആ കുടുംബത്തിലെ അപ്പനും അമ്മയും കൂടെ വന്നിട്ട് എന്നോടൊരു കുറ്റബോധത്തോടെ പറയാണ്, അച്ഛാ ഇവൻ മദ്യപിച്ചത് ഒരു സ്ഥലത്തൊരു പാർട്ടിക്ക് പോയപ്പോ മദ്യപിച്ചതാണ്. പാർട്ടിക്ക് പോയപ്പോ ഇവൻ മദ്യപിച്ചു. അവന്റെ കൂട്ടുകാരൻ എന്ത് ചെയ്തു? അവന് മദ്യം കൊടുത്തു, മദ്യം വിളമ്പി. ഇന്ന് പല കല്യാണങ്ങൾക്കും തലേന്ന് മദ്യം വിളമ്പുന്നുണ്ടല്ലോ. അപ്പോ മദ്യം വിളമ്പിയപ്പോ ഇവൻ കുടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഇവര് തമ്മിൽ വഴക്കിട്ടിട്ട് വഴക്ക് മൂത്ത സമയത്ത് 5 വയസ്സുള്ള കുഞ്ഞുണ്ട് വീട്ടില്. 5 വയസ്സുള്ള കുഞ്ഞ്, അവൻ പറയുകയാണ്, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാന്ന് പറയുകയാണ്. 5 വയസ്സുള്ള കുഞ്ഞ് പറയുകയാണ്. എന്നിട്ട് അവൻ ചെന്നിട്ട് ഭിത്തിക്കിട്ട് തലയിട്ട് ഇങ്ങനെ അടിക്കുകയാണ്, ഞാൻ പോവാ. അപ്പനും അമ്മയും വഴക്കിട്ട്. ഈ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോണം, മാതാപിതാക്കള് വീട്ടിൽ വഴക്കിട്ടുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങള് ഇൻസെക്യൂരിറ്റിയിലാണ് വളരുന്നത്. അവർക്ക് അരക്ഷിത ബോധമാണ്. അതായത് അവരുടെ ഉള്ളിൽ ഭയങ്കര ഭയമുണ്ട്, അവർ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, ഭയങ്കര പേടിയുണ്ട് അവരുടെ അകത്ത്. എനിക്കറിയാം, അപ്പനും അമ്മയും വഴക്കിടുന്ന ഒരു കുഞ്ഞ് വഴക്കിടുന്ന കണ്ട ഉടനെ ബാത്റൂമിലേക്ക് കയറിയിട്ട് അവിടെ ചെന്നിട്ട് നിലത്ത് തലയിട്ടടിക്കുന്നെന്ന് ഒരു അപ്പനും അമ്മയും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ കുഞ്ഞിന് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അവൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഭാരം അവളുടെ ചെറുപ്പത്തിൽ അവൾക്ക് കിട്ടി. ഈ താങ്ങാൻ പറ്റാത്ത ഭാരം കിട്ടിയിട്ട് ഇന്ന് അവളുടെ ജീവിതം ഏത് സമയത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. പലതവണ ഞരമ്പ് മുറിച്ചിപ്പം. കാരണം അവൾക്ക് ഒരു ചെറിയ വിഷമം വന്നാൽ താങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഭാര്യയും ഭർത്താവും വീട്ടിൽ കിടന്ന് അടി കൂടുന്ന സമയത്ത്, വഴക്കിടുന്ന സമയത്ത്, നിങ്ങൾ ജയിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് പറയുന്ന സമയത്ത്, നിങ്ങളുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് പറയുന്ന സമയത്ത്, ഈ പാവം കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർ കിടന്ന് നരയിക്കുകയാണ്. അപ്പനും അമ്മയ്ക്ക് അടിക്കാനേ സമയമുള്ളൂ, കുടിച്ചു തീർക്കാനേ സമയമുള്ളൂ, അപ്പനും അമ്മയ്ക്ക് വഴക്കുണ്ടാക്കി സമയം കളയാനേ അപ്പനും അമ്മയ്ക്ക് അറിയാവൂ. മക്കളുടെ ബുദ്ധിമുട്ട് അവർ നോക്കിയിട്ടില്ല. എനിക്കറിയാം മക്കൾ കടന്നു പോകുന്ന സങ്കടം എന്താന്ന്, എനിക്കറിയാം കുഞ്ഞുങ്ങളുടെ ചങ്കിനകത്ത് നിലവിളി എന്താന്ന്. ഒരുപാട് കേട്ട് തഴമ്പിച്ചിട്ടുണ്ട് കാതുകള്. അപ്പന്റെ അമ്മയുടെ ഉത്തരവാദിത്വം ഇല്ലാത്ത ജീവിതത്തിന്റെ ബലിയാടുകളാകാൻ വിധിക്കപ്പെട്ട മക്കളുടെ നിലയ്ക്കാത്ത നിലവിളികൾ എന്റെ ചങ്കിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളോട്, ഇത് നിങ്ങൾ മാതാപിതാക്കൾ തമ്മിലടിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്തോണം, മക്കളെ നിങ്ങൾക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താന്ന് താണുകൊടുത്താ, നിങ്ങൾക്ക് എന്താ തോറ്റുകൊടുത്താ, എന്താ അമ്മയെ നിനക്കൊന്ന് താണാൽ, എന്താ നിനക്കൊന്ന് മിണ്ടാതിരുന്നാൽ, നിനക്കൊന്ന് ക്ഷമിച്ചാൽ എന്താ, നിനക്കൊന്ന് വിട്ടുകൊടുത്താൽ എന്താ? എന്നിട്ട് നീ ഈ ഭൂകമ്പം, ഈ ദുരിതം വീടിനകത്തുണ്ടാക്കിയിട്ട് തലമുറ നന്നാവാൻ നീ 16 ധ്യാനം കൂടിയാ നിന്റെ തലമുറ നന്നാവോ? നീ നാഴികയ്ക്ക് 40 വട്ടം ധ്യാനകേന്ദ്രങ്ങളിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഫോൺ വിളിച്ചാ നിന്റെ മക്കൾ നേരെയാവോ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇദ്ദേഹത്തിന് കുറച്ച് ഒരു ബഹുമതി കിട്ടുമെന്ന് തോന്നിയപ്പോ, പണം കിട്ടുമെന്ന് തോന്നിയപ്പോ അദ്ദേഹം പറയുകയാണ്, എന്നാ പിന്നെ ഞാൻ ഒന്നുകൂടെ ചോദിച്ചിട്ട് പറയാം, കാശ് കിട്ടുന്ന കാര്യമല്ലേ, ഒന്നുകൂടെ ചോദിക്കട്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ ബാലാം ദൈവത്തോട് ചോദിച്ചു, ഞാൻ പോട്ടെ? ദൈവം പറഞ്ഞു, നീ പൊക്കോ. ഇങ്ങനെ ആയിരിക്കും, ടോണായിരിക്കും. ദൈവം പറഞ്ഞു, നീ പൊക്കോ. മനസ്സിലായോ? നിനക്ക് ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ നീ പൊക്കോ. അപ്പൊ അതുകൊണ്ട് വാശി പിടിച്ച് പ്രാർത്ഥിച്ച് ദൈവം വിലക്കിയ കാര്യങ്ങൾ സാധിച്ചെടുക്കരുത്. ദൈവം ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് വാശി പിടിച്ച് പ്രാർത്ഥിച്ച് സാധിച്ചെടുക്കരുത്. ഈ ദൈവത്തിന് അഹിതമായ സഖ്യമുണ്ടാക്കി അനുസരണക്കേടും പാപവും കുന്നുകൂട്ടിയ സന്തതിക്ക് ദുരിതം എന്ന് വചനം പറയുകയാണ്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ഈ ബാലാം അവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി അവിടുന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു, ഞാൻ വരാന്ന് പറഞ്ഞു. കാരണം ദൈവത്തോട് ഇങ്ങനെ ഒരുപാട് ഉപവാസം എടുത്ത് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു, ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ രാജാവിന്റെ ആളുകളെല്ലാം തിരിച്ചുപോയി. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മോവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു. അവൻ പോയത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. കർത്താവിന്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു. എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ. അതായത് ഇവനിങ്ങനെ ദൈവം ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയാണ്, ദൈവം വിലക്കിയ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോ ഉണ്ടല്ലോ, നേരെ കർത്താവിന്റെ ഒരു ദൂതൻ വാളുമായിട്ട് അവന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യത്തിൽ നമ്മളിങ്ങനെ ഒരു കാര്യത്തിൽ തന്നെ ഒത്തിരി ആഗ്രഹം വന്നു കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് കെട്ടപ്പെടും. നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. അതായത് നിനക്ക്
നിന്റെ ഇഷ്ടം, നിനക്ക് ഇംഗ്ലണ്ടിൽ പോയേ പറ്റൂ, നിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു കാര്യം കിടക്കുകയാണ്. നീ വിചാരിക്കുകയാണ് ഈ നാട്ടിൽ ജീവിക്കുന്നവരെല്ലാം സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ്, അതുകൊണ്ട് എനിക്ക് എങ്ങനെയും ഇംഗ്ലണ്ടിൽ പോയേ പറ്റൂ. ഇപ്പൊ ഇംഗ്ലണ്ടിൽ പോകുന്ന വഴിയെല്ലാം അടഞ്ഞടഞ്ഞടഞ്ഞ് വരികയാണ്. നീ എന്ത് ചെയ്യുന്നു? ധ്യാനം കൂടുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നീ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് പലതവണ ബോധ്യപ്പെട്ടു. എന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? എങ്ങനെയും ഇംഗ്ലണ്ടിൽ പോയേ പറ്റൂ, ഇംഗ്ലണ്ടിൽ പോയേ പറ്റൂ. അങ്ങനെ 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 ആഗ്രഹിച്ചിരിക്കുമ്പോഴല്ലോ നിന്റെ കണ്ണ് കെട്ടപ്പെടും. ഊരിയ വാളുമായി നിന്റെ വഴി നിൽക്കുന്ന ദൂതനെ നീ കാണില്ല. അതായത് ഒരു കാര്യം അങ്ങ് ദൈവം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാതെ നമ്മൾ തീരുമാനിച്ചു. നീ വിചാരിക്കുകയാണ് നിനക്ക് ഈ ബിസിനസ് ചെയ്തേ പറ്റൂ, ഈ ബിസിനസ് ചെയ്തേ പറ്റൂ, ഇത് ചെയ്താലേ ഞാൻ രക്ഷപ്പെടൂ എന്ന് നീ വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചിട്ട് നീ അത് ചെയ്യാൻ വേണ്ടി തന്നെ നീ എല്ലാം എവിടെ പോയാലും നീ പ്രാർത്ഥിക്കുന്ന ദൈവമേ എനിക്ക് അത് ചെയ്യാൻ പറ്റണം. അപ്പൊ എന്ത്? കണ്ണ് കെട്ടപ്പെടും. അപ്പൊ നിനക്ക് ഊരിയ വാളുമായിട്ട് വഴി നിൽക്കുന്ന ദൂതനെ കാണാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് വളരെ പ്രായോഗിക ആപ്ലിക്കേഷൻസ് ഉള്ള വചനമാണിത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ചാടി ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം, ഒന്ന് എളിമപ്പെടണം, ഭാര്യ ഭർത്താവ് ഒന്ന് ആലോചിക്കണം, ഒന്ന് ചോദിക്കണം, അപ്പനോ കാരണവന്മാരോടൊക്കെ ഒന്ന് ചോദിക്കണം, മുതിർന്നവരോടൊക്കെ ഒരു അഭിപ്രായം ചോദിക്കണം, വിചാരിച്ചനോടൊക്കെ ഒന്ന് ചെന്ന് ചോദിക്കണം. അത് ഇങ്ങനെ കാര്യം ചെയ്യുന്നു, എന്താ അഭിപ്രായം ചോദിക്കണം. എടുത്തു ചാടി ഒരു കാര്യത്തിനും ചാടി ഇറങ്ങരുത്. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചേ, ഈ മനുഷ്യൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ദൂതൻ വാളുമായി എതിരെ നിന്നു. അങ്ങനെ നിൽക്കുന്ന ദൂതനെ കണ്ടിട്ട് കഴുത കണ്ടു ദൂതനെ. ബാലാം കണ്ടില്ല. ഈ ബാല ആരാന്നാ ഞാൻ പറഞ്ഞേ? മിശിഹ ജനിക്കുമെന്ന് ബൈബിളിൽ ആദ്യമായിട്ട് പ്രവചിച്ച പ്രവാചകനാണ്. അസാധാരണ കാഴ്ചയല്ല ഇവന്റേത്. തുറന്ന കണ്ണുകളോടെ ദർശനത്തിൽ ലയിച്ചവൻ, സമാധിയിൽ ലയിച്ചവനാണ്. അസാധാരണ കൃപയുള്ള പ്രോഫറ്റാണിത്. പക്ഷെ അവന് കാണാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഈ ധനമോഹം വന്ന് തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ, പണം ഉണ്ടാക്കണം എന്നൊരു സാധനം വന്ന് തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ, ധനം വന്ന് ധനമുണ്ടാക്കി അടങ്ങും, എങ്ങനെയും കാശുണ്ടാക്കി കാശിന്റെ മേളിൽ കിടക്കണം എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ കണ്ണ് കെട്ടപ്പെടും. നിന്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവർക്ക് എതിരെ നിൽക്കുന്ന സംഹാര ദൂതനെ നീ കാണാതെ പോവും. അതുകൊണ്ട് ആ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വചനം തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. കേട്ടെ, 1 തിമോത്തി 6-ാം അധ്യായം, 1 തിമോത്തി 6:9. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധംപതനത്തിലേക്ക് തള്ളിയിടുന്ന നാശത്തിലേക്കും നിരവധി വ്യാമോഹങ്ങളിലേക്കും നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. പണം വേണ്ടെന്നാണോ? പണം വേണം. ആവശ്യത്തിന് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കാൻ പണം വേണം. പക്ഷെ നിന്റെ ഹൃദയം പണത്തിലായി പോവല്ലേ ദൈവത്തിന്റെ മകനെ. നിനക്ക് ഞായറാഴ്ച പരിശുദ്ധ കുർബാനയേക്കാൾ വലുതാവരുത് നിന്റെ ബിസിനസ്. നിനക്ക് ഞായറാഴ്ച കുർബാനയേക്കാൾ വലുതാവരുത് നിന്റെ മക്കളുടെ ട്യൂഷൻ. നിനക്ക് ഞായറാഴ്ച കുർബാനയേക്കാൾ വലുതാവരുത് നിന്റെ ജീവിതത്തിൽ നടക്കുന്ന, നിന്റെ ജീവിതത്തിൽ നിനക്ക് പണം കിട്ടുന്ന വഴികൾ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തെക്കാൾ വലുതായിട്ട് പണം കയറി വരരുത്. അതുകൊണ്ട് തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്. പെട്ടെന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയാം. 1 തിമോത്തി 6:5. ദൈവഭക്തിയെ ധനലാഭത്തിന് മാർഗമാക്കുന്നവരെ കുറിച്ച് അവിടെ വചനം പറയുന്നു. ദൈവഭക്തി. ഇവിടെ ബാലാം അതല്ലേ? അദ്ദേഹം ഭക്തനാണ്, പ്രവാചകനാണ്, വചനപ്രഘോഷകനാണ്. അതുകൊണ്ട് കുറച്ച് കാശ് കിട്ടുന്ന വഴിക്ക് പോയേക്കാന്ന് അദ്ദേഹം വിചാരിച്ചു. ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാക്കുന്ന ആളുകളെ കുറിച്ച് 1 തിമോത്തി 6-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിന് മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ എപ്പോഴും കലഹങ്ങളിലും വാദകോലാഹലങ്ങളിലും ഏർപ്പെടും. ഇനി 1 തിമോത്തി 6:9-10 പറയുകയാണ്, പ്രലോഭനത്തിലും കെണിയിലും വ്യാമോഹങ്ങളിലും വീഴും. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 19-ാം വാക്യം, ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലോകത്തെ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. അതായത് നീ ധ്യാനം കൂടാൻ വരുന്നത് നിന്റെ ബിസിനസ് മെച്ചപ്പെടാൻ വേണ്ടി മാത്രമാണെങ്കിൽ വചനം പറയുകയാണ്, നീ ലോകത്തെ മറ്റ് ക്രിസ്ത്യാനി അല്ലാത്ത മനുഷ്യരെക്കാളും ഭാഗ്യം കെട്ടവനാണ്. മത്തായിയുടെ സുവിശേഷം 6:24, 2 യജമാനന്മാരെ സേവിക്കാൻ സാധ്യമല്ല, ഒന്നുകിൽ ദൈവത്തെ അല്ലെങ്കിൽ പണത്തെ. രണ്ടിനെയും കൂടെ ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല.